നമസ്കാരം. ഡെലിഗേഷൻ എന്നുള്ളത് ഏതൊരു ഓൺട്രപ്രണറും ആഗ്രഹിക്കുന്ന ഒരു പരിപാടിയാണ് അല്ലേ? ഡെലിഗേഷൻ വളരെ അത്യാവശ്യമാണ്. ഡെലിഗേറ്റ് ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾ ഫ്രീ ആകൂ എന്നുള്ളതാണ് സത്യം. പലപ്പോഴും നമ്മൾ ഡെലിഗേറ്റ് ചെയ്യാറില്ല എന്നുള്ളതാണ് ആദ്യത്തെ സത്യം. പക്ഷെ പലപ്പോഴും നമ്മൾ ഡെലിഗേറ്റ് ചെയ്യുമെന്ന് സംഭവിക്കുക, ഡെലിഗേറ്റ് ചെയ്തത് ഒരു അബദ്ധമായി മാറാറുണ്ട് അല്ലേ? ഡെലിഗേറ്റ് ചെയ്യണ്ടായിരുന്നു എന്ന് പോലും തോന്നുന്ന അവസ്ഥ എത്തിക്കുന്നു. ഡെലിഗേറ്റ് ചെയ്തുകൊണ്ട് പണി കൂടിയ പല ഓൺട്രപ്രണേഴ്സും നാട്ടിലുണ്ട്. ഡെലിഗേഷൻ എന്തുകൊണ്ടാണ് പരാജയപ്പെടുന്നത്? അതാണ് നമ്മളുടെ വിഷയം. ഡെലിഗേഷൻ പരാജയപ്പെടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് ലാക്ക് ഓഫ് പ്രോപ്പർ ഒബ്ജക്റ്റീവ്സ് ആണ്. അതായത് നിങ്ങൾ എന്തിനാണ് ഡെലിഗേറ്റ് ചെയ്യുന്നത്, നിങ്ങൾ ഡെലിഗേറ്റ് ചെയ്യപ്പെടുന്ന ആൾക്ക് അല്ലെങ്കിൽ നിങ്ങൾ ആർക്കാണോ ഡെലിഗേറ്റ് ചെയ്യുന്നത് തീർച്ചയായിട്ടും അവർക്ക് എന്തുണ്ടാകണം, അവർക്ക് വ്യക്തമായിട്ടുള്ള ഒബ്ജക്റ്റീവ് നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. ഇന്ന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ നിന്നെ ഈ ജോലി ഏൽപ്പിച്ചിരിക്കുന്നത്, അതിനു വേണ്ടിയിട്ട് ഇന്ന റിപ്പോർട്ടുകളും അല്ലെങ്കിൽ ഇന്ന ഫിഗറിലേക്ക് എത്തുകയാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം വളരെ കൃത്യമായിട്ട് നമ്മൾക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കുമ്പോഴാണ് ഡെലിഗേഷൻ്റെ ഫസ്റ്റ് പ്രോസസ്സ് നടക്കുന്നത്. അതായത് ക്ലാരിറ്റി ഓഫ് ഒബ്ജക്റ്റീവ് കൊടുക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കണം. പലപ്പോഴും നമ്മൾ നീ ആ ജോലി ചെയ് എന്നായിരിക്കും നമ്മൾ പറയുക. എന്ത് ജോലി? ആ ജോലിക്കൊരു വ്യക്തതയില്ല, ആ ജോലി എന്തെന്ന് മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കുന്നില്ല. സോ ക്ലാരിറ്റി ഓഫ് ഒബ്ജക്റ്റീവാണ് ഫസ്റ്റ് നമ്മൾ ഉറപ്പിക്കേണ്ടത്. രണ്ടാമത്തത് ക്ലാരിറ്റി ഓഫ് റോൾ ആൻഡ് സിസ്റ്റം. രണ്ടും ഈക്വലി ഇമ്പോർട്ടൻ്റാണ്. റോളും സിസ്റ്റവും ഇമ്പോർട്ടൻ്റാണ്. ഒബ്ജക്റ്റീവ് കൊടുത്തു നമ്മൾ അല്ലേ? നമ്മളൊരു ഒബ്ജക്റ്റീവ് കൃത്യമായിട്ട് ഇതാണ് എനിക്ക് ആവശ്യം, ഇന്നത് നേടിത്തരിക എന്നുള്ളതാണ് എൻ്റെ ആവശ്യം എന്നുള്ള കാര്യം വളരെ കൃത്യമായിട്ട് അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞു. നൗ ഇദ്ദേഹം എന്ത് റോളിലിരുന്നാണ് ഇത് ചെയ്യാൻ പോകുന്നത് എന്നുള്ള കാര്യവും നമ്മൾ പറഞ്ഞു കൊടുക്കണം. കാരണം എന്താ, അദ്ദേഹം ചെയ്യുന്ന ആ റോള്, ആ ഒബ്ജക്റ്റീവ് നേടത്തക്കവണ്ണമുള്ള അതോറിറ്റിയും പവറും അതിന് വേണ്ട സംവിധാനങ്ങളും എല്ലാം ഉള്ള ഒരു സാധനമായിരിക്കണം. അല്ലാത്ത പക്ഷം എന്ത് സംഭവിക്കും? അദ്ദേഹത്തിന് ഒബ്ജക്റ്റീവിലേക്ക് എത്താൻ പറ്റില്ല. എല്ലാത്തിൻ്റെയും തീരുമാനങ്ങൾ ഒരു പക്ഷേ നിങ്ങളിലൂടെ മാത്രമേ എടുക്കാൻ പാടുള്ളൂ എന്ന് നിർബന്ധ ബുദ്ധിയുള്ള ഒരു ഓൺട്രപ്രണറാണ് ഇരിക്കുന്നതെങ്കിൽ എന്ത് സംഭവിക്കും? ഒരിക്കലും ആ ഒബ്ജക്റ്റീവിലേക്ക് അദ്ദേഹത്തിന് എത്താൻ സാധിക്കില്ല. കാരണം എന്താ, ഈ ഓൺട്രപ്രണർ തീരുമാനങ്ങൾക്ക് വേണ്ടി എല്ലാം വെയിറ്റ് ചെയ്യല്ലേ? ആ തീരുമാനങ്ങൾ എടുക്കുവാൻ വേണ്ടിയിട്ടുള്ള അതോറിറ്റിയും പവറും എപ്പോഴാണോ ആ പറയുന്ന വ്യക്തിക്ക്, ആർക്കാണോ നിങ്ങൾ ഡെലിഗേറ്റ് ചെയ്യുന്ന അവർക്ക് നൽകുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? ആ ഒബ്ജക്റ്റീവിലേക്ക് എത്തുവാൻ വേണ്ടിയിട്ടുള്ള തീരുമാനങ്ങൾ സ്വതന്ത്രമായിട്ട് കൃത്യസമയത്ത് അദ്ദേഹത്തിന് എടുക്കാൻ പറ്റുന്നത്. ഇതിനകത്ത് സമയവും ആ എടുക്കുന്ന തീരുമാനവും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് എടുക്കാനുള്ള അവകാശം അവർക്ക് കൊടുത്തെങ്കിൽ മാത്രമേ ആ സമയ ദൈർഘ്യം വർദ്ധിക്കാതെ കൃത്യസമയത്ത് എടുക്കാൻ സാധിക്കൂ എന്നുള്ളതാണ് സത്യം. അപ്പോൾ ക്ലാരിറ്റി ഇൻ ഒബ്ജക്റ്റീവും വേണം, കൃത്യമായിട്ടുള്ള റോളും സിസ്റ്റവും ഡിഫൈൻ ചെയ്ത് കൊടുക്കുകയും വേണം. മൂന്നാമത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്. മൂന്നാമത്തത് കപ്പാസിറ്റി മാച്ച് ആണ്, അല്ലെങ്കിൽ കേപ്പബിലിറ്റി മാച്ച് എന്നും പറയാം. കാരണം എന്താ, ഡെലിഗേറ്റ് ചെയ്യുന്നത് നമ്മൾക്ക് വിശ്വാസമുള്ള ഒരാൾക്ക് മാത്രമല്ല. വിശ്വാസം മാത്രമല്ല ഇവിടുത്തെ പ്രശ്നം. നമ്മൾ പലപ്പോഴും ഡെലിഗേറ്റ് ചെയ്യുന്ന ആൾക്കാർ, നമ്മൾക്ക് ഏറ്റവും വിശ്വാസമുണ്ട് എന്ന് തോന്നുന്ന ആൾക്ക് നമ്മൾ ഡെലിഗേറ്റ് ചെയ്യുന്നത്. അത് തെറ്റാണ്. കാരണം ഈ ഡെലിഗേറ്റ് ചെയ്യുന്ന ആൾക്ക് നമ്മൾ ആദ്യം പറഞ്ഞ ഒരു ഒബ്ജക്റ്റീവും വേണം, അദ്ദേഹത്തിന് റോളും വേണം. ഇത് രണ്ടും കൈകാര്യം ചെയ്യാൻ കഴിവില്ലാത്ത ഒരാൾക്ക് നിങ്ങൾ ഈ സാധനം കൊടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? അമ്പേ പരാജയപ്പെട്ടു പോകും, ഉറപ്പല്ലേ? അപ്പം കേപ്പബിലിറ്റി എന്ന് പറയുന്നത് സ്കില്ലുണ്ട്, നോളജ് ഉണ്ട്, എഡ്യൂക്കേഷൻ ഉണ്ട്, ആറ്റിറ്റ്യൂഡ് ഉണ്ട്, പെർഫോമൻസ് ഉണ്ട്. ഇത്തരം കാര്യങ്ങളെല്ലാം ഉൾക്കൊള്ളുന്നതാണ് അദ്ദേഹത്തിൻ്റെ കേപ്പബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഒരാൾക്കൊരു സാധനം ഡെലിഗേറ്റ് ചെയ്യാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, ഒരു ഒബ്ജക്റ്റീവ് നിങ്ങൾക്ക് കൃത്യമായി ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, ആ റോളിൻ്റെ അതോറിറ്റിയും പവറും എന്താണ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, ഇതെല്ലാം കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരാൾക്കേ ഇത് കൊടുക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ എന്താണ്, ഒരു പക്ഷേ ആ അതോറിറ്റിയും പവറും അദ്ദേഹം ദുരുപയോഗം ചെയ്തേക്കാം. അങ്ങനെ ദുരുപയോഗം ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു? നിങ്ങളുടെ ഓഫീസിൽ അനാവശ്യമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു, ഇന്റേണൽ പൊളിറ്റിക്സ് ഉണ്ടാവുന്നു. സത്യത്തിൽ നിങ്ങളുടെ പണി കുറയാൻ വേണ്ടിയിട്ട് ഡെലിഗേറ്റ് ചെയ്യാൻ ശ്രമിച്ച നിങ്ങൾ പിന്നീട് ഒരുപാട് പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തും. സോ കേപ്പബിലിറ്റി മാച്ച്, കപ്പാസിറ്റി മാച്ചിങ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. ഇത് പലപ്പോഴും മിക്ക ഓൺട്രപ്രണേഴ്സും ഒബ്ജക്റ്റീവ് ഉണ്ടെങ്കിൽ പോലും തെറ്റിദ്ധരിച്ചുകൊണ്ട് ചെയ്യുന്ന ഏറ്റവും വലിയ അബദ്ധം ഇതാണ്. കൃത്യമായിട്ടുള്ള ആൾക്കായിരിക്കില്ല ഡെലിഗേറ്റ് ചെയ്യുന്നത്. നമ്മൾക്ക് വിശ്വാസമല്ല, നമ്മൾക്കറിയാവുന്ന ആൾക്കല്ല നമ്മൾ കൊടുക്കേണ്ടത്, അത് ചെയ്യാൻ ഉതകുന്ന കഴിവുള്ള ഒരാൾക്ക് വേണം അത് കൊടുക്കാൻ. നാലാമത്തെ പോയിന്റ് ഡെലിഗേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇനി ഞാനൊന്നും ഏറ്റെടുക്കില്ല എന്നുള്ളതല്ല എൻ്റെ അർത്ഥം. നമ്മൾ പലപ്പോഴും അങ്ങനെയാണ്, എനിക്ക് ഫ്രീ ആവണം, ഞാൻ ഇനി ഒരു പണിയും ചെയ്യില്ല എന്നുള്ള നിലപാടിലാണ് പലപ്പോഴും ഡെലിഗേറ്റ് ചെയ്യുന്നത്. അതല്ല ഡെലിഗേഷൻ. ഡെലിഗേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ആദ്യം നമ്മൾ പറഞ്ഞു തുടങ്ങിയത് ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കാം. ഒബ്ജക്റ്റീവ് ഉണ്ട്, റോൾ ക്ലാരിറ്റി ഉണ്ട്, അതോറിറ്റിയും പവറും കൃത്യമായി നമ്മൾ പറഞ്ഞിട്ടുണ്ട്, കപ്പാസിറ്റി ഉള്ള ഒരാൾക്കാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. പക്ഷെ നാലാമതായിട്ടൊരു സാധനം കൂടെ ചെയ്യണം. എന്താണ്? റിവ്യൂ ചെയ്യണം. റിവ്യൂ ആൻഡ് മോണിറ്ററിങ്ങും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നിങ്ങൾ ഡെലിഗേറ്റ് ആണ് ചെയ്തിരിക്കുന്നത്. യു ഹാവ് ഡെലിഗേറ്റഡ് സംതിങ്,
വേറിൻ ഹി നീഡ്സ് ടു ഡു സംതിങ്, അല്ലെങ്കിൽ ഒരു സാധനം പൂർത്തീകരിച്ച് നിങ്ങൾക്ക് തരുവാനുണ്ട്. ആ സാധനം തരുവാൻ വേണ്ടിയിട്ടുള്ള പ്രോസസ്സിലൂടെ അദ്ദേഹം കടന്നു പോകുമ്പോൾ അതിൻ്റെ സബ് ഒബ്ജക്റ്റീവ്സ് ഒക്കെ കൃത്യസമയത്ത് നേടാൻ കഴിയുന്നുണ്ടോ എന്ന് ആര് പരിശോധിക്കണം? ആരാണോ ഇത് ഡെലിഗേറ്റ് ചെയ്തത്, അഥവാ നിങ്ങളെന്ന ഓൺട്രപ്രണർ ഇത് കൃത്യമായി മോണിറ്റർ ചെയ്യുകയും റിവ്യൂ ചെയ്യുകയും റിപ്പോർട്ടുകൾ ഉണ്ടാക്കുകയും അതിനെപ്പറ്റി എല്ലാം കൃത്യമായിട്ടുള്ള ധാരണയുമുള്ള വ്യക്തിയായിരിക്കണം. എന്നെങ്കിൽ മാത്രമേ എന്ത് സംഭവിക്കൂ? ഡെലിഗേറ്റ് ചെയ്ത പ്രോസസ്സ് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഒബ്ജക്റ്റീവിലേക്ക് എത്തും. പലപ്പോഴും നമ്മൾ ഡെലിഗേറ്റ് ചെയ്യും, നമുക്ക് ഫ്രീ ആകണം എന്നുള്ള ഒറ്റ ഒബ്ജക്റ്റീവിലാണ് നമ്മൾ ഡെലിഗേറ്റ് ചെയ്യുന്നത്. നമ്മൾ ഫ്രീ ആവുന്ന ഒബ്ജക്റ്റീവിന് വേണ്ടിയിട്ടല്ല ഡെലിഗേറ്റ് ചെയ്യേണ്ടത്, പകരം ഒരു കാര്യം നടക്കുവാൻ വേണ്ടിയിട്ട്, ഒരു ഒബ്ജക്റ്റീവ് പൂർത്തീകരിക്കുവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡെലിഗേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ എന്ത് വേണം? യു ഷുഡ് ഓൾവേസ് റിവ്യൂ ആൻഡ് മോണിറ്റർ. ഓൺട്രപ്രണർ എന്നുള്ള നിലയ്ക്ക് ഡെലിഗേറ്റ് ചെയ്യപ്പെട്ട ടാസ്കിൻ്റെ പ്രോഗ്രസ് എന്താണ്, അതിൻ്റെ മുന്നോട്ട് പോകുന്ന വീഥികളിൽ എന്തൊക്കെ പ്രശ്നങ്ങളാണ് നേരിടാൻ സാധ്യതയുള്ളത് എന്നൊക്കെ നിങ്ങൾ മനസ്സിലാക്കണം. അഞ്ചാമത്തെ പോയിന്റ് എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ്. പലപ്പോഴും ഡെലിഗേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളത് നോക്കാറില്ല. റെക്കഗ്നിഷനും സെലിബ്രേഷനും രണ്ടും ഇമ്പോർട്ടൻ്റാണ്. കാരണം എന്താ? ഒരാൾക്ക് നമ്മൾ ഒരു ജോലി ഡെലിഗേറ്റ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്, ആൻഡ് ഹി ഹാസ് കംപ്ലീറ്റ്ലി ഫുൾഫിൽഡ് ഇറ്റ്. അദ്ദേഹം ആ ഒബ്ജക്റ്റീവ് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. സ്വാഭാവികമായിട്ടൊരു ഒബ്ജക്റ്റീവ് എത്തിക്കഴിഞ്ഞാൽ എന്ത് വേണം? ആ ഡെലിഗേറ്റ് ചെയ്യപ്പെട്ട ആൾ അതിൽ ഒരുപാട് സ്ട്രെസ് ഉണ്ടാവാം, ഒരുപാട് കാര്യങ്ങളുണ്ടാവും, ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടായിരിക്കാം അദ്ദേഹം അവിടെ എത്തുന്നത്. അദ്ദേഹത്തിന് അർഹതപ്പെട്ട റെക്കഗ്നിഷൻ കൊടുക്കാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ്. ആസ് ആൻ ഓൺട്രപ്രണർ നിങ്ങളത് ഉറപ്പുവരുത്തണം. അദ്ദേഹത്തിന് ആ റെക്കഗ്നിഷൻ കൊടുക്കാൻ സാധിക്കുന്നുണ്ടോ? അതിൻ്റെ ഭാഗമായിട്ടൊരു ചെറിയ സെലിബ്രേഷൻ കണ്ടക്ട് ചെയ്യുന്നതിൽ പോലും തെറ്റില്ല. അപ്പോൾ ഡെലിഗേഷൻ ഈസ് സംതിങ്, ഡെലിഗേഷൻ ഈസ് എ പ്രോസസ്. ഈ പ്രോസസ്സിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത്. ഓൺട്രപ്രണർ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് വെറുതെ ഇരുന്ന് കറങ്ങുന്ന കസയിൽ വെറുതെ ഇരിക്കാനുള്ള ഒരു പരിപാടിയല്ല ഡെലിഗേഷൻ. ഡെലിഗേഷൻ ഈസ് സംതിങ് വെയർ ഇൻ യു എൻട്രസ്റ്റ് സം വൺ ബെറ്റർ ദാൻ യു. നിങ്ങളെക്കാൾ മികച്ച ഒരാളെ നിങ്ങൾ ഏൽപ്പിക്കുകയാണ് ആ ജോലി നിങ്ങൾ ചെയ്യുന്നതിനേക്കാൾ മികച്ച രീതിയിൽ ചെയ്യുവാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ഒബ്ജക്റ്റീവ് അറിയണം, എന്തിന് ചെയ്യുമെന്നറിയണം, അദ്ദേഹത്തിൻ്റെ റോൾ എന്താണെന്ന് അറിയണം, അയാൾക്ക് അദ്ദേഹത്തിന് കപ്പാസിറ്റി ഉണ്ടോയെന്ന് അറിയണം, അതിനെ റിവ്യൂ ചെയ്യണം, അതിനെ റെക്കഗ്നൈസ് ചെയ്യുകയും വേണം. ഈ 5 കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് നിങ്ങളൊന്ന് ഡെലിഗേറ്റ് ചെയ്ത് നോക്കിക്കേ. 100% ഉറപ്പാണ്, നിങ്ങൾ ഡെലിഗേറ്റ് ചെയ്യപ്പെടുന്ന ടാസ്ക് എന്താണോ അത് നിങ്ങൾക്ക് പൂർണ്ണ വിജയത്തിലെത്തിക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഓർഗനൈസേഷനിൽ നല്ല നല്ല ടാലൻറ്റുകളെ കൊണ്ടുവരികയും നിങ്ങളെക്കാൾ മികച്ച ആളുകളെ കൊണ്ടുവന്നുകൊണ്ട് ടാസ്കുകൾ ഡെലിഗേറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതിനേക്കാൾ ബെറ്ററായി ഒബ്ജക്റ്റീവുകൾ പൂർത്തീകരിച്ചുകൊണ്ട് വലിയ വലിയ ബ്രാൻഡുകളായി നിങ്ങൾ വരട്ടെ എന്ന് ആശംസിക്കുന്നു. ഗുഡ് ബൈ.